ഇപ്പോൾ പലരും വിളിച്ചു ചോദിക്കുന്നത് ടൈലിൽ സാനിറ്ററി വെയറിൽ ഓഫർ ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ടൈലിനൊക്കെ 20% തൊട്ട് 40% വരെ വില കൂടിയപ്പോഴത്തേക്കും ഓഫർ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു. പക്ഷേ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓണത്തിൻ്റെ ഒരു അടിപൊളി ഓഫറാണ്. അത് ടൈല്, സാനിറ്ററി, ഇലക്ട്രിക്കൽ എല്ലാത്തിനും നമുക്കിവിടെ ഓഫർ കിട്ടും. ഉള്ളത് നമ്മുടെ ദേവി ടൈൽസിലാണ്, ഏനാത്ത്. ഇവിടെ ബ്രാൻഡഡ് മാത്രമാണ് ഓഫറുള്ളത്. ബ്രാൻഡഡ് മാത്രമായിട്ടുള്ള ടൈല്, സാനിറ്ററി വെയർ, ഇലക്ട്രിക്കൽ, ഫിറ്റിംഗ്സ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിന് മാത്രം നമ്മളുടെ ഓഫർ നൽകുകയാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രീരാജുണ്ട്. വെൽക്കം. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു 1-2 കൊല്ലമല്ലേ? 2 വർഷമായി. പക്ക ഇൻഫോർമേറ്റീവ് വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ പോയ മാറ്റ് ഫിനിഷ് ടൈല്. അതായിരുന്നു നമ്മളെ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു സാധനം മാറ്റ് ഫിനിഷ് ടൈലിനെ കുറിച്ചിട്ടാണ് നമ്മൾ അന്ന് സംസാരിച്ചത്. ആദ്യം തന്നെ പറയാം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഏനാത്താണ്. ഏനാത്ത് ഇപ്പോൾ ഉള്ളത് പുതിയ നമ്മുടെ ഓൾറെഡി ഉള്ള ഷോറൂമിനോട് ചേർന്നിട്ട് പുതിയൊരു വലുതാക്കി. ഓക്കെ, സിംബോളയുടെ ഇപ്പൊ നിൽക്കുന്ന കജാരിയുടെ ഇതിലാണ്. സിംബോളയെ കുറിച്ച് നമ്മൾ അടുത്തത് പറയുന്നുണ്ട്. ഇത് ഏനാത്ത് കറക്റ്റ് സ്ഥലം ഏനാത്ത് ജംഗ്ഷനിൽ നിന്ന്, അതായത് നമ്മളെ എം സി റോഡിന്റെ സൈഡിൽ തന്നെ കൊട്ടാരക്കരയ്ക്കും ഏനാത്തിനും കൊട്ടാരക്കരയ്ക്കും അടൂരിനും ഇടയ്ക്ക്. കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോൾ ഏനാത്ത് പാലം കഴിഞ്ഞ് 1 കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ. ഇത് ബാക്കി 2 ഷോറൂമുകൾ എവിടെയൊക്കെയാ? വേറെ ഒരു ഷോറൂമാണ്, ഒന്നാണല്ലേ? അത് പത്തനാപുരത്താണ്. യെസ്. അപ്പൊ എല്ലാത്തിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ശ്രീരാജ്, ഇപ്പൊ നമുക്ക് കുറച്ച് കോംബോ ഓഫേഴ്സ് ഉണ്ടല്ലോ. അതായത് എപ്പോഴും ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താന്ന് വെച്ചാൽ ടൈലിന് മുൻപെങ്ങും ഇല്ലാത്ത, കഴിഞ്ഞ 10 കൊല്ലം അനങ്ങാത്ത ടൈൽ ഇപ്പം നല്ല രീതിയിൽ റേറ്റ് കയറി. ഏകദേശം എത്ര രൂപ വെച്ചൊക്കെ വില വ്യത്യാസം വന്നിട്ടുണ്ട്? സ്ക്വയർ ഫീറ്റിന് 15 രൂപ 20 രൂപയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. 20 രൂപ വ്യത്യാസം വന്നു. ഓൾറെഡി ഇപ്പൊ വന്നു കഴിഞ്ഞു. ടൈലിന് ഓൾറെഡി വന്നു കഴിഞ്ഞു. ടൈൽ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് റേറ്റ് അനങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് 3 മാസം കൊണ്ടുണ്ടായ വ്യത്യാസമാണ് അല്ലേ? എനിക്ക് തോന്നാ ഗ്യാസ് ഷോർട്ടേജ് ഒക്കെ വന്നു, പിന്നെ അസംസ്കൃത വസ്തുക്കളുടെ ഷോർട്ടേജ്, ട്രാൻസ്പോർട്ടേഷൻ കൂടി, നല്ലോണം കൂടി അല്ലേ? ഭയങ്കര ട്രാൻസ്പോർട്ടേഷൻ കൂടി. എല്ലാ, അതായത് ലോക്കൽ ഷിപ്പിംഗിന്റെ റേറ്റ് എല്ലാം കൂടി, എല്ലാത്തിനും വ്യത്യാസം വന്നു. എനിക്ക് തോന്നുന്നു കുറെ കാലം കുറെ കമ്പനികളെ പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തി ഇപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. എല്ലാം റീസ്റ്റാർട്ട് ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷേ പഴയ പോലെ പ്രൊഡക്ഷൻ ഫുൾ സ്വിംഗിലായിട്ടില്ല പലരുടെയും. പിന്നെ അതുപോലെ തന്നെ ഡിമാൻഡ് പെട്ടെന്ന് 2 മാസം ഡിമാൻഡ് കുറവായിരുന്നു. അത് കഴിഞ്ഞ് ഡിമാൻഡ് ഭയങ്കരമായിട്ട് കുതിച്ചു കയറി. അപ്പം ഡിമാൻഡും ഭയങ്കരമായിട്ട് ഹൈ ആണ്, അത്രയും സപ്ലൈ കിട്ടുന്നില്ല. അപ്പോൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ 1-2 മാസം കഴിഞ്ഞിട്ടാണ് മെറ്റീരിയൽ നമുക്ക് വരുന്നത് അല്ലേ? ഡിലേ ഉണ്ട്, ഒരുപാട് കിട്ടുന്നുണ്ട്, പക്ഷെ ഡിലേ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓഫറിലോട്ട് കിടക്കാം. അതായത് നമുക്ക് സാധാരണ ടൈല് സാനിറ്ററിയിലൊക്കെ ഓഫർ അവൈലബിൾ ആണ് എല്ലായിടത്തും. ഇപ്പൊ മിക്ക ആൾക്കാർ അത് ഇത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓഫർ പറഞ്ഞാട്ടെ. അതായത് സാധാരണഗതിയിൽ നമ്മൾ ആക്ച്വലി ദേവി ഇൻഫ്രാമോട്ട് എന്ന് പറയുന്നത് 1983 മുതൽ 43 വർഷമായിട്ട് ഈ മേഖലയിൽ സജീവമായിട്ടുള്ള സ്താപനമാണ്. നമ്മുടെ കയ്യിൽ നമ്മളെ മറ്റുള്ളവരിൽ വ്യത്യസ്തമാകുന്നത് വെച്ചാൽ എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ പ്രോഡക്ട്സും നമ്മുടെ ഒരൊറ്റ കുടക്കീഴിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത്. അപ്പോൾ ടൈൽസ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, പെയിന്റ്, സാനിറ്ററി, ഗ്രാനൈറ്റ് എന്നിങ്ങനെ എല്ലാ പ്രോഡക്ട്സും കൂടെ ചേർത്തുള്ള ഒരു കോംബോ ഓഫറാണ്. അതായത് 1250 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 2 BHK വീടിന് എല്ലാ സാധനങ്ങളും ടൈൽസ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, പെയിന്റ്, സാനിറ്ററി, ഗ്രാനൈറ്റ് എല്ലാം ഉൾപ്പെടെ വെറും 2,56,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും, കൊടുക്കാൻ സാധിക്കും. അതെ, ഇത് വീണ്ടും പറയട്ടെ, ഇപ്പൊ ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് കണക്ക് എന്ന് പറയുന്നത് ഞങ്ങളൊരു ഏകദേശ പ്രൈസിങ്ങിനായിട്ട് പറഞ്ഞാണ്. അതെ, നിങ്ങൾ 1500 ചെയ്തോ, 1750 ചെയ്തോ, 2000 ചെയ്തോ, 2500 ചെയ്തോ, 3000 എത്രയോ ചെയ്തോ, നമുക്ക് അതനുസരിച്ച് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. കാര്യം ഇത് ഒന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിൽക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റിക്വയർമെന്റ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് കൈകാര്യം ചെയ്ത് കൊടുക്കാൻ സാധിക്കുമല്ലോ. അതിനകത്ത് 2 കാര്യമാണ്. ഇതിൽ ഇപ്പം എമൗണ്ട് കുറവാണെന്ന് മാത്രമല്ല, ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ്. എല്ലാം ബ്രാൻഡഡ് ആണ്, എല്ലാം ബ്രാൻഡ് അല്ലാത്ത വേറൊന്നും ഇതിനകത്തില്ല. അതായത് ഇപ്പൊ ടൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കജാരിയ, സൊമാനി, സിംബോളും അങ്ങനത്തെ ബ്രാൻഡഡ് ടൈൽസ് മാത്രമാണ് ഇതിനകത്തുള്ളത്, ഈ കോംബോയിലുള്ളത്. സാനിറ്ററി വരുമ്പോഴത്തേക്കും കെറോവിറ്റ്, കജാരിയുടെ കെറോവിറ്റ്, അതുപോലെ തന്നെ ജോൺസൺ, സെറ, ഇങ്ങനെയുള്ള ബ്രാൻഡ്സ് മാത്രമാണ് ഇതുള്ളത്. പെയിന്റ് വരുമ്പോഴത്തേക്ക് ഡ്യൂലെക്സ്, എല്ലാ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് മെറ്റീരിയൽസ് എല്ലാം തന്നെ ബ്രാൻഡഡ് മുൻനിര ബ്രാൻഡുകളുടെ പ്രോഡക്ട്സ് വെച്ച് മാത്രമുള്ള ഒരു കോംബോയാണിത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ 1250 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 1250 സ്ക്വയർ ഫീറ്റിന്റെ ടൈലല്ല, അത് പ്ലസ് അതിന്റെ വോൾ ഏരിയ പ്ലസ് ബേസ് ഏരിയ ഉൾപ്പെടെ ഒരു 1550 സ്ക്വയർ ഫീറ്റിന്റെ ടൈൽസിനാണ് നമ്മൾ ഈ പ്രൈസ് ഇട്ടിരിക്കുന്നത്, കൊടുക്കുന്നത്. യെസ്, ഇതിപ്പോ ഒന്നാമത്തെ പറഞ്ഞത് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള സാധനമാണ്. ഇനിയിപ്പോൾ ടൈൽ സാനിറ്ററി അങ്ങനെ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അതെ, അതുകൊണ്ടൊന്ന് പറഞ്ഞാൽ. അതായത് എഗെയിൻ 1250 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 2 BHK വീടിന്റെ ടൈൽസും സാനിറ്ററിയും കൂടി മാത്രം, എഗെയിൻ ബ്രാൻഡ് മാത്രമുള്ള ടൈൽസും സാനിറ്ററിയും കൂടി
1,15,000 രൂപയ്ക്കാണ് നമ്മൾ ഈ കോംബോ സെറ്റ് ചെയ്തേക്കുന്നത്. 1250 സ്ക്വയർ ഫീറ്റ് ഉള്ള കാർപ്പറ്റ് ഏരിയ, അതായത് മെഷർമെന്റ് ഏരിയ ഏകദേശം 1550 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന് വേണ്ടുന്ന ടൈൽസും സാനിറ്ററി മാത്രമാണെങ്കിൽ, ടൈൽസ് സാനിറ്ററി പ്ലസ് ഗ്രാനൈറ്റ് വരുന്നത് കട്ട് പീസ് അല്ല. നമ്മൾ ഈ കോംബോ ഓഫറുകളിലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിന്റെ സ്ലാബ് ആണ്, ബ്ലാക്ക് കളർ സ്ലാബ് ആണ്. അപ്പോ നമുക്ക് കിച്ചണിന് വേണ്ടിയിട്ടുള്ള 2 ഫീറ്റ് മെഷർമെന്റിൽ വരുന്ന സ്ലാബുകളാണ് ഇതിനകത്തെല്ലാം ചെയ്തിരിക്കുന്നത്. അഗെയിൻ സാനിറ്ററി വരുമ്പോഴത്തേക്ക് എല്ലാം ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആണ്. ഏറ്റവും കൂടുതൽ സാനിറ്ററി നമ്മൾ ഇതിനകത്ത് കോമ്പോയിൽ കൊടുത്തിരിക്കുന്നത് കെറോവിറ്റിൻ്റെതാണ്. കെറോവിറ്റും ജോൺസും സെറയും ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ടൈൽസ് വരുമ്പോഴത്തേക്കും അഗെയിൻ ബ്രാൻഡുകൾ മാത്രമാണ്. മെയിൻലി നമ്മൾ ചെയ്യുന്ന കജാരിയ, സൊമാനി, സിംപോളും. ഇതിപ്പോ 1250. ഇതിന്റെ സ്ലാബ് വൈസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും 1600 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 3 BHK വീടിനാണെന്നുണ്ടെങ്കിൽ ഈ 1,15 എന്നുള്ളത് 1,58 മാറും. ശരി. അതുപോലെ തന്നെ ഒരു ലെറ്റ്സ് സേ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള 2000 സ്ക്വയർ ഫീറ്റ് നമ്മൾ പറയുമ്പോൾ കാർപ്പറ്റ് ഏരിയ ആണ്. 2550 സ്ക്വയർ ഫീറ്റോളം ഏകദേശം മെഷർമെന്റ് ഏരിയ വരുന്ന ഒരു 3 ബെഡ്റൂം 3 ബാത്റൂം ഉള്ള ഒരു വീടിനാണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു 1,81,000 രൂപ മാത്രമേ വരുള്ളൂ. 1,81 നമുക്ക് ഈ പറഞ്ഞ സാനിറ്ററി, ടൈൽസ്, ഗ്രാനൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്നിരിക്കുന്നത് സിംബോളോയുടെ കൊല്ലം പത്തനംതിട്ട റീജിയനിലെ ഏറ്റവും വലിയ അവരുടെ ഗാലറിയിലാണ് അല്ലേ? ഏറ്റവും വലുതുമാണ്. യഥാർത്ഥത്തിൽ വേറെ ആരും ഇല്ല, ഇപ്പൊ നിലവിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ പോയിട്ട് നേരത്തെ എല്ലാവരും സെലക്ട് ചെയ്തോണ്ടിരുന്നത്. സിംബോള സെലക്ട് ചെയ്യണമെങ്കിൽ കൊച്ചി സ്റ്റുഡിയോയിൽ പോകുമായിരുന്നു. ആ സ്റ്റുഡിയോയിൽ, കൊച്ചിയിലെ കമ്പനി സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തേക്കാണ്. അങ്ങനത്തെ ഒരു കാറ്റഗറൈസേഷൻ ആണ് ഗാലറി എന്ന് പറയുന്നത്. അപ്പോൾ കൊല്ലത്തെ ആദ്യത്തെ ഗാലറിയാണ് ശരിക്കും. അതായത് നമുക്ക് ഏറ്റവും വലിയ സൈസ് തൊട്ടതാ 2x2 സൈസ് വരെ നമുക്ക് ഇത് അവൈലബിൾ ആണ്. സിംബോളയുടെ മാത്രമുള്ള മറ്റ് കമ്പനികളിൽ നിന്ന് സിംബോളയെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഒരേ ടൈൽ, ഒരേ ഡിസൈൻ തന്നെ പല സർഫസിലും പല സൈസിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സാധനം ഒരു ടൈൽ എടുത്താൽ ആ ടൈൽ 4x2 സൈസിലാണെങ്കിൽ അത് വേറൊരു സൈസിൽ ചിലപ്പോൾ മാക്സിമം 6x4 കൂടെ കാണും. ഇത് 4x2 പകരം ടൈനി ടൈൽ തൊട്ട് 8x4 9x4 വരെ അതേ ടൈൽ തന്നെ കിട്ടും. അതിന്റെ തന്നെ ഗ്ലോസിയും മാറ്റും കിട്ടും ഈ എല്ലാ സൈസും. അങ്ങനൊരു ബെനിഫിറ്റ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ മാർക്കറ്റിൽ കൊടുക്കുന്ന സിംബോളൊക്കെ ഉള്ളൂ. ഇത്രയും കൂടുതൽ ഓപ്ഷൻസ് ഉള്ളൂ. ബാക്കിയുള്ളവർ വളരെ കുറച്ച് ഓപ്ഷൻസ് ആയിരിക്കും. ഇപ്പൊ ഈ പെർട്ടിക്കുലർ ടൈലിന്റെ മാച്ചിങ് ആയിട്ടുള്ള അതിന്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന ഹൈലൈറ്ററുകളാണ് അതിനോട് ചേർത്തത്. ഇപ്പൊ ഈ ഒരു ടൈൽ അതിന്റെ കൂടെ എവർമാറ്റ് ഫിനിഷിൽ ഈ ഒരു പെർട്ടിക്കുലർ ടൈലുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കൂടെ ട്രോപ്പിക്കൽ ഡിസൈൻ ഉണ്ട്. അപ്പൊ ഇത് സെലക്ട് ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലോറിന് കൊടുത്തിട്ട് വോൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ബെഡ്റൂമിന്റെ ബാക്ക് സൈഡിലോ അങ്ങനെയൊക്കെ നമുക്ക് വേറൊരു ഹൈലൈറ്റഡ് ടൈൽ അതിന്റെ കൂടെ തന്നെ അങ്ങനെ എല്ലാ കോമ്പിനേഷൻസും അതിൽ തന്നെ കിട്ടും. അതിന്റെ കോമ്പിനേഷൻസ് ആയി കൊടുത്തിരിക്കുന്നതല്ല അല്ലേ? 5 സീരീസ്, അതിന്റെ തന്നെ ഡിസൈനർ സീരീസ്, ഡിസൈനിലും പഞ്ചുള്ള സീരീസ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി സൈലോഗ്രാഫി എന്ന് പറയും. അതായത് നമ്മുടെ ഈ പണ്ട് കാലത്ത് നമ്മൾ ഈ ഫാബ്രിക്കിലൊക്കെ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തടിയിൽ കൊത്തിയ ശേഷം ഒരു പെർട്ടിക്കുലർ രൂപം കൊത്തിയെടുത്ത ശേഷം ആ കൊത്തിയെടുത്ത ആ ഫ്രെയിം വെച്ച് ഫ്രെയിം ചായത്തിൽ മുക്കിയിട്ട് പ്രിന്റ് ചെയ്യുമായിരുന്നു. ഇതിനാണ് സൈലോ പ്രിന്റിംഗ് എന്നും സൈലോ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ടൈലിന്റെ വകഭേദമാണ് ഇത് ബേസിക്കലി. അതായത് അങ്ങനെ ഉണ്ടാക്കിയേക്കുന്ന ഒരു മോൾഡ് പോലെയാണ് ഇതിന്റെ എല്ലാത്തിനും ഷേപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു മോൾഡ് പോലെ ഇരിക്കും. എല്ലാ സൈസിലും അവൈലബിൾ അല്ലേ? പല സൈസിൽ അവൈലബിൾ ആണ്. ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആദ്യം വെളിയിൽ നിന്ന് കാണുന്ന, ഞാനെന്നല്ല ഒരുവിധപ്പെട്ട എല്ലാവരും വിചാരിക്കുന്നത് ഇത് നമ്മുടെ വാൾപേപ്പർ ആണ്. അതെ അതെ. ഇത് ഏത് സൈസാ? ഇത് 9x4 2780 by 1200. ഗ്ലോസി മാറ്റ് ഫിനിഷ് എല്ലാത്തിനും നമുക്ക് അവൈലബിൾ അല്ലേ ഇത്? അതെ അതെ. ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഫുൾ ബോഡി സൈസിൽ വരുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ്. ഇതിലെല്ലാം ഫുൾ ബോഡി സൈസ് അവരാ? ഇതിൽ കുറെ ഓപ്ഷൻസ്, ആദ്യത്തെ കിടക്കുന്ന കുറെ ഓപ്ഷൻസ് ഫുൾ ബോഡിയാണ്. ഇതിന്റെ തിക്നെസ് എന്താ? 9mm ഉണ്ട്, 15mm ഉണ്ട്. നമ്മുടെ പർപ്പസിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. കിച്ചൺ സ്ലാബിന് വേണ്ടിയിട്ടുള്ളത് 15mm, അല്ലാതെ നമുക്ക് ഫ്ലോറിംഗിന് വേണ്ടിയിട്ട് 9mm. അതിലൊക്കെ പല സൈസും പല ടൈപ്പിലുള്ള, ഇപ്പൊ ഈ ഗ്രെയിൻസ് തന്നെ, ഗ്രെയിൻസ് ഉള്ളത്, ഗ്രെയിൻസ് വലിയ ഗ്രെയിൻസ്, ചെറിയ ഗ്രെയിൻസ് ഇല്ലാത്തത്, പ്ലെയിൻ ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ മാത്രമല്ല ഇതിൽ എനിക്ക് തോന്നുന്നു ഫുൾ ബോഡിയും കളർ ബോഡിയും അവൈലബിൾ ആണ് തോന്നുന്നല്ലേ? അതെ, ഫുൾ ബോഡി ഓപ്ഷൻ, കളർ ബോഡി ആയിരിക്കത്തില്ല, എല്ലാം ഫുൾ ബോഡി ആയിരിക്കത്തില്ല, എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതിന്റെ കുറെ ഏറെ ഇത് ഒരു സ്റ്റോൺ ഫിനിഷ് ആണ് അല്ലേ? മാറ്റിൽ തന്നെ ആ സ്റ്റോൺ ഫിനിഷ് കൃത്യമായിട്ട് കാണുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയത്തില്ല, എന്നാലും ഒരു എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഫിനിഷാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ നോർമലി എൻ്റെ ഒരു അറിവിലായിട്ട് ചോദിക്കുകയാണെ, ഓരോന്നിനും ഓരോ റേറ്റും, ഇപ്പൊ റേറ്റിൽ മാറ്റങ്ങൾ ഉണ്ടെന്നൊക്കെ അറിയാം, എന്നാലും ചോദിക്കുകയാണ് ഇതിന് സിംബോളോ ടൈൽ എത്രയൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്? സിംബോളോ ടിപ്പിക്കലി ഒരു 59 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 59 തൊട്ടാണ് ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4x2 സൈസ്. ഓക്കെ. ഇനി സൈസ് അനുസരിച്ച് ഓരോന്നിലും വ്യത്യാസം പ്രൈസ് ഉണ്ട്. 5 സീരീസിൽ വേരിയേഷൻ ഉണ്ട്, ഡിസൈനർ സീരീസിലൊക്കെ ആ വേരിയേഷൻ ഉണ്ടാകുന്ന തീർച്ചയായിട്ടും. സിംബോളോയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ വളരെ ചെറിയ ടൈനി ടൈൽസിന്റെ ഒരു നല്ലൊരു കളക്ഷൻ ഇവർക്ക് ഉണ്ടെന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിപ്പോ നേരെ കാണുന്ന ഈ കാർപ്പറ്റ് പോലത്തെ സംഗതികളല്ലേ, ഇതിപ്പോ ഒരു മൊറോക്കൻ തീമില് വരുന്ന ഒരു കാർപ്പറ്റ് കളക്ഷൻ ആണ്. അപ്പോൾ ഇപ്പൊ ഈ ഒരു ടൈലൊക്കെ നമുക്ക് പല രീതിയിൽ, അതായത് നമ്മളിപ്പോ ഒരു ടേബിൾ സെറ്റ് ചെയ്ത് ടൈലാണ്. ഞാൻ ഓർത്തതേ ഇതൊരു ഫോട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നതാന്ന് വെച്ചാൽ അവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക് ലൈറ്റോടെ എക്സ്പോസ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് അത്ര മെർജ് ചെയ്തിരിക്കുന്നു.
ഇതിന്റെ ഫിനിഷിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആണ് ആക്ച്വലി ഈ സിംബോള ടൈനി ടൈലുകളിൽ. ഇതിന്റെ പല ഇതാണോ ഈ ഇരിക്കുന്നത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് സിംബോളയുടെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഒരു പെർട്ടിക്കുലർ ടൈലിന്റെ പല സൈസും പല സർഫസും ഒരേ ഡിസൈനിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഇതിപ്പോ മർമോറിക്ക എന്ന് പറയുന്ന ഒരു കളക്ഷൻ ആണ്. മർമോറിക്ക എന്ന് പറഞ്ഞാൽ മാർബിൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയല്ലേ ഇത്? അതെ, ഇത് തന്നെയാണ്. മാർബിളിനെ ആക്ച്വലി റെപ്ലിക്കേറ്റ് ചെയ്ത് വരുന്ന തരം ഡിസൈനുകളാണ് ഈ മർമോറിക്ക കളക്ഷൻ. ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ടൈൽ നമ്മൾ കണ്ടിഷ്ടപ്പെട്ടു, പക്ഷെ ഇതിപ്പോ പേപ്പർ മാറ്റ് ഫിനിഷ് ആണ്. തൊട്ട് കഴിഞ്ഞാൽ മാറ്റിൽ തന്നെ പേപ്പർ പോലെ ഇരിക്കുന്ന ഫിനിഷ്. ഈ ഡിസൈൻ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് സൈസ് 8x4 ആണ്. പക്ഷെ ഒരു കസ്റ്റമർ ആഗ്രഹിക്കുകയാണ് ഇതിന്റെ 6x4 വേണം, പക്ഷെ എനിക്ക് ഗ്ലോസി മതി. ശരി, സിംബോള ആണെങ്കിൽ അത് അവൈലബിൾ ആയിരിക്കും. ഇതാണ് 6x4, അതാണ് ഗ്ലോസി ഫിനിഷ്. ഇത് ഗ്ലോസി ഫിനിഷ് ആണ്. അത് വന്നിട്ട് പേപ്പർ മാറ്റ് നമ്മൾ ഈ കണ്ട ഫിനിഷ്. ഇത് വരുമ്പോൾ സ്ട്രോങ് എക്സ് ഫിനിഷ്. ഇത് വന്നിട്ട് സാബിയ എന്ന് പറയുന്നത് വാൾ പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഓപ്ഷനാണ്. ഇത് ഫ്ലോറിൽ ഇടുന്നവരും കാണും, ഫ്ലോറിൽ ഉപയോഗിക്കാൻ. പക്ഷെ അത് കുറച്ചധികം റഫ്നെസ് കൂടുതലായതുകൊണ്ട് തൊട്ട് നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതൊരു പ്രത്യേകതരം കാർവിംഗ്. അതായത് മാർബിളിൽ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഫിനിഷ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി ഇപ്പൊ ഇത് തന്നെ നമുക്ക് ഓരോന്നും ഏതൊക്കെ സ്ഥലത്ത് ഉപയോഗിക്കണം എന്നുള്ളതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണത്തിന് ഷൈനിയും പേപ്പർ മാറ്റും ആണ് നോർമലി നമ്മുടെ ഫ്ലോറിംഗിന് വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ച് ട്രാഫിക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വീടുകൾ കാണുന്ന കിച്ചൺ ഒരു അല്പം ഗ്രിപ്പ് വേണം എന്നുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ യഥാർത്ഥത്തിൽ അഡ്വൈസബിൾ സ്ട്രോങ് എക്സ് ആണ്. അത് രണ്ട് കാരണമുണ്ട്. ഒന്ന് ചെറിയൊരു അത്രയും ഇപ്പൊ വെള്ളം വീണാൽ പെട്ടെന്ന് തെല്ലാത്തൊരു സർഫസ് ആണ് സ്ട്രോങ് എക്സ് വരിക. പിന്നെ ഇതിന്റെ MOH ഹാർഡ്നസ് നോർമലി 8 കൂടുതലായിരിക്കും. അതായത് നമ്മളിപ്പോ നോർമലി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഉരച്ചു നോക്കിയാൽ നമ്മൾ ഒരു ടൈൽ എടുക്കുമ്പോൾ അതിന്റെ സ്ക്രാച്ച് റെസിസ്റ്റൻസ് എത്രമാത്രം ഉണ്ടെന്ന് അറിയുന്നതാണ് യഥാർത്ഥത്തിൽ MOH ടെസ്റ്റിംഗ്. അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ഹൈ വാല്യൂ വരുന്ന ഒരു സംഗതിയാണ് സ്ട്രോങ് എക്സ് സർഫസുകൾ. ഇതിൽ നമ്മൾ കിച്ചൺ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ചെരുപ്പൊക്കെ ഇട്ട് നടക്കും, എന്തെങ്കിലുമൊക്കെ പാത്രമൊക്കെ വീഴും, സ്ക്രാച്ച് വീഴാനുള്ള കുറച്ച് പ്രോബിലിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൊതുവെ സ്ട്രോങ് എക്സ് ഇടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഒരു വീട്ടിലേക്ക് മൊത്തത്തിൽ മാറ്റ് ഫിനിഷ് ഇടുവാണെങ്കിലും വീടിന്റെ ബാക്കി എല്ലാ സർഫസിലും പേപ്പർ മാറ്റ് ഇടാം. കിച്ചണിലേക്ക് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ സ്ട്രോങ് എക്സ് ഇടാം. അപ്പൊ ഇങ്ങനെ പല ഓപ്ഷൻസ് കസ്റ്റമർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു കുറച്ചുകൂടി ഹൈ ട്രാഫിക് ഉള്ള ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിലും സ്ട്രോങ് എക്സ് സർഫസ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. മറ്റ് നോർമൽ പേപ്പർ മാറ്റോ അല്ലെങ്കിൽ സാധാരണ ബേബി സാറ്റിൻ ഫിനിഷ് അങ്ങനത്തെ ഇടുകയാണെങ്കിൽ അതിൽ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഇനി സാബിയ എന്ന് പറയുന്നത് കൂടുതലും വാൾ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ലൈറ്റ് വരുമ്പോഴത്തേക്കും ഈ ഞാൻ നേരത്തെ മാർബിളിൽ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് കണക്കുള്ള ഒരു ഫിനിഷ് ആണ്. അപ്പൊ ഒരു പ്രത്യേകതരം കാർവിംഗ് ഫീൽ ആണ് ഇതിന് വരിക. ലൈറ്റ് മുകളിൽ നിന്ന് വീഴുമ്പോഴാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇനി നോർമൽ ഗ്ലോസി ഫിനിഷ് ഉണ്ട്. ഇനി ഒരു ആർക്കിടെക്ട് വന്ന് നമ്മളിപ്പോ ഐറ്റം സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ വാൾ ലെറ്റ്സ് സേ നമ്മുടെ ഫ്ലോറിന് പേപ്പർ മാറ്റോ ഷൈനിയോ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തു. പക്ഷെ ആ റൂമിൽ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യണം. അപ്പൊ ആ വാൾ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അതിന്റെ കൂടെ ഇത് തന്നെ ബാത്റൂമിലേക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഹൈലൈറ്റർ ആയിട്ട് ഉപയോഗിക്കാം. ബ്ലഡ് വാളിൽ മാത്രമായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അതല്ല ലിവിംഗ് ഏരിയയിലോ ബെഡ്റൂമിന്റെ ബാക്ക് സൈഡിലോ വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഇത് കൂടാതെ ഒരു ചെറിയ ബ്രിക്ക് ടൈലുകളുടെ കോമ്പിനേഷൻ ആണ് ഒരു ആർക്കിടെക്ടിന് ഇഷ്ടമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട്. അവരുടെ അടുത്തൊരു ഡിസൈൻ അല്ലേ ഇതെനിക്ക് തോന്നുന്നു. എന്താ പറയാ, ഒരുപാട് കളേഴ്സ് ഉണ്ട്. പേസ്റ്റൽ കളേഴ്സിന്റെ ഒരു ജംഗ്ഷൻ ആയിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഇത് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അഗെയിൻ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സിംബോളയുടെ സ്പെക്ട്ര എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്. നമ്മുടെ അടുക്കളയിൽ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതായത് ഉപ്പിന്റെ കളറാണ് ആദ്യത്തെ സോൾട്ട്, പീനട്ടിന്റെ കളറാണ് സ്പെക്ട്ര പീനട്ട്, അതുപോലെ ചില്ലി എന്ന് പറയുന്ന മുളകിന്റെ കളറാണ്. അങ്ങനെ ഓരോന്ന് മസ്റ്റാർഡ്, അങ്ങനെ എല്ലാം ആ ഒരു അടുക്കളയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ്. അപ്പൊ ഈ ഒരൊറ്റ കോമ്പിനേഷൻ തന്നെ ഒരു വീടിന്റെ ബാത്റൂം മുഴുവൻ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് പീനട്ടും ടാങ്കോയും കൂടെ മിക്സ് ചെയ്യാം, ചീസും ചില്ലിയും കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു വീടിന് വേണ്ടുന്ന എല്ലാ കളർ കോമ്പിനേഷനും നമുക്ക് ഈ ഒരൊറ്റ സീരീസിൽ തന്നെ വേണമെങ്കിൽ എടുക്കാൻ പറ്റും. എല്ലാ സൈസും ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. അതായത് 4x2 അവൈലബിൾ ആണ്, ടൈനി ടൈൽ അവൈലബിൾ ആണ്, ഈവൻ 8x4 9x4 വരെ അവൈലബിൾ ആണ്. അതായത് ഏത് സൈസിൽ വേണം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലേ ഇത്. അതുപോലെ തന്നെ ഇത് നമ്മൾ മറ്റ് സീരീസുകളിൽ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതെല്ലാം നമ്മൾ ഫ്ലോറിന് വേണ്ടി സെലക്ട് ചെയ്ത ശേഷം ഒരു ആർക്കിടെക്റ്റിന് ഇതിന്റെ കൂടെ ഡിസൈൻ ചെയ്യാനായിട്ട് അതിന്റെ തന്നെ ബ്രിക്ക് കളക്ഷൻ ഉണ്ട്, അതിന്റെ തന്നെ ഒരു ഹൈലൈറ്റർ കളക്ഷൻ ഉണ്ട്. ഇത് ടിപ്പിക്കലി ഈ നമ്മുടെ ഓപ്പൺ ഏരിയ ബാത്റൂംസ് വരുമല്ലോ, മുകളിൽ ഓപ്പൺ ആയി കിടക്കുന്ന അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ ഒരു റോക്കിന്റെ ഫീൽ കൊണ്ടുവരുന്ന ടൈപ്പ് ഉള്ള ഒരു ഹൈലൈറ്റർ ടൈലാണ്. പക്ഷേ ഇത് 4x2 ആണ് സൈസ്. 4x2 ആണ് സൈസ്. പക്ഷെ കണ്ടാ പറയത്തില്ല ജോയിന്റിലെന്നോട്ട് നമുക്ക് 4x2 ആണോ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ടൈനി ടൈൽസ് ഒക്കെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതെ, ഇതൊക്കെ ഒരു ജനറൽ ഫ്ലോർ ഏരിയ പോലും നമുക്ക് എങ്ങനെ അതിന്റെ കൂടെ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണിച്ചിരിക്കുകയാണ്. അതിന്റെ കോമ്പിനേഷനും എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ ആ പറഞ്ഞ ടൈലാണ് സ്പെക്ട്ര കോമ്പിനേഷൻ എങ്ങനെ ഇരിക്കും, ഒരു ബാത്റൂമിന് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്.
ഈ ഹൈറ്റ് നമുക്ക് അവൈലബിൾ ആകും അല്ലേ? ഇത് ആ ടൈല് തന്നെ 9x4 സൈസിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രീമിയം ലക്ഷറി വീട് പണിയുന്ന സമയത്ത് പലപ്പോഴും 9 ഫീറ്റ് അല്ലെങ്കിൽ 10 ഫീറ്റ് ഒക്കെ ആയിരിക്കും നമ്മുടെ സീലിംഗ് ഹൈറ്റ് വരാം. അപ്പോൾ ജോയിന്റ് ഇല്ലാതെ ചെയ്യാനുള്ള ഓപ്ഷനും സിംബോളോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ വാൾപേപ്പർ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഫീൽ ചെയ്യും. ആ ഒരു പ്രൊജക്ഷൻ ഒക്കെ ഉള്ള ആ രീതി ചെയ്തിരിക്കുന്നതാണ് അല്ലേ ഇത്? അതെ. സൈസ് 9x4 തന്നെയല്ലേ? ഇതും 9x4 സൈസാണ്. ഇനി നമ്മൾ ഇത് ഒരു വാൾപേപ്പറിന് പകരമായിട്ട് നമ്മളൊരു വാളിൽ ചെയ്യുമ്പോൾ വാൾപേപ്പറിൻ്റെതായിട്ടുള്ള ന്യൂനതകൾ ഇല്ലതാനും മാത്രമല്ല എത്ര വർഷം കഴിഞ്ഞാൽ ഒരു 20 വർഷം 30 വർഷം കഴിഞ്ഞാൽ പോലും അതിന് ആ ഡ്യൂറബിൾ ആയിട്ട് അതിന് കിടക്കുകയും ചെയ്യും, പ്രശ്നമില്ലാതിരിക്കും. ഇത് ഏതാ ഐറ്റം? ഇത് ഈ സിംബോളയുടെ ഒരു പുതിയൊരു കളക്ഷൻ ആയിരുന്നു, ആൽക്കിമി എന്ന് പറഞ്ഞിട്ട്. ആൽക്കിമി എന്ന് പറഞ്ഞ ഒരു ഫുൾ ബോഡി കളക്ഷനാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രിസ്റ്റൽസ് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഫുൾ ബോഡിയിൽ കാണുന്നതിനേക്കാൾ ഭയങ്കര ക്ലാരിറ്റി കൂടുതലുള്ള ക്രിസ്റ്റൽസ് ആണ്. ആ ക്രിസ്റ്റൽസിന്റെ ഒറിജിനൽ എന്തിൽ നിന്ന് ഇൻസ്പയർ ആയെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. എന്തൊക്കെ പ്രോഡക്ട്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അഗെയിൻ ഇതെല്ലാം പോളിഷ്ഡ് ഫിനിഷിലും മാറ്റ് ഫിനിഷിലും റോ ടെക്സ്ചറിലും കിട്ടും. ഇതിൽ ഈ റോ ടെക്സ്ചർ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ബാത്റൂമുകൾക്ക് നമ്മൾ ചുമ്മാതായിരിക്കും ടൈൽ സെലക്ട് ചെയ്യുന്നത്. ബാത്റൂമുകൾക്ക് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ബാത്റൂമിനൊക്കെ ടൈൽ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് സ്ലിപ്പ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് വെച്ചാൽ അതിന് 2 രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട്, അതുപോലെ തന്നെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച്. യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് വരുമ്പോഴത്തേക്കും R റേറ്റിംഗ് എന്ന് പറയും. അതായത് ഒരു ടൈൽ എടുത്ത് നമ്മളൊരു റാമ്പിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. ഒരു ടൈൽ എടുത്ത് ഒരു റാമ്പിൽ വെച്ചിട്ട് അതിന് മുകളിൽ ഒരാൾ കയറി നിൽക്കും. ആ ടൈലിന്റെ സർഫസിനകത്ത് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ റാമ്പ് ചരിക്കും. ഏത് ഡിഗ്രി ആംഗിൾ വരെ ചരിക്കുമ്പോഴാണ് ഈ ആള് സ്ലിപ്പ് ആവുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഈ റേറ്റിംഗ് കൊടുക്കുന്നത്. ഈ റേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന R9 തൊട്ട് R13 വരെയാണ്. യഥാർത്ഥത്തിൽ ഒരു ബാത്റൂമിന്റെ ഫ്ലോർ എടുക്കുമ്പോൾ R11 റേറ്റിംഗുള്ള ടൈൽസ് എടുക്കണം എന്നാണ്. പക്ഷെ R11 അതിന് മുകളിലുള്ള ടൈലിന്റെ റേറ്റിംഗ്, അതായത് ആംഗിൾ കൂടുന്തോറും അതിന്റെ സ്ലിപ്പ് റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് നടക്കൊണ്ടിരിക്കും. അപ്പോൾ ആംഗിൾ കൂടുതൽ വരുന്നതിനാണ് R11 R12 R13 ഒക്കെ വരുന്നത്. പക്ഷെ നമ്മൾ ഈ R12 R13 വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രിപ്പ് കൂടുമ്പോൾ അതിന്റെ ക്ലീനിങ്ങിന് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് കഴിവതും അഡ്വൈസബിൾ എന്ന് പറഞ്ഞാൽ ഒരു R10 എങ്കിലും മിനിമം എടുക്കുക, ഐഡിയലി R11 എടുക്കുക എന്നുള്ളതാണ്. ഈ കാണിക്കുന്നതൊക്കെ R10 കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനിയേ ഇതിപ്പോ നമ്മൾ ആദ്യ ഓഫർ പറഞ്ഞു, അതില് നമ്മളെല്ലാ ബ്രാൻഡുകളും അതിനകത്ത് സംസാരിച്ചിരുന്നു. പക്ഷേ ഈ സിംബോൾ ഒരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാര്യം ആർക്കിടെക്ചറിനെ കണ്ടപ്പോഴും സിംബോൾ കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മാത്രമായിട്ടൊരു ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചേക്കാം. തീർച്ചയായിട്ടും നമ്മൾ സിംബോളോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളിപ്പോൾ ഒരു ഓഫർ റൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ സൂപ്പർ പ്രീമിയം ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം HDFC ഇൻഫിനിയ, അതുപോലെ തന്നെ ആക്സിസിന്റെ റിസർവ്, ബർഗണ്ടി പ്രൈവറ്റ്, ICICI എമറാൾഡ് പ്രൈവറ്റ്, അങ്ങനത്തെ സൂപ്പർ പ്രീമിയം ക്രെഡിറ്റ് കാർഡുകൾക്ക് നമ്മൾ സാധാരണഗതിയിൽ ഒരു കടയിൽ ചെന്ന് നമ്മൾ ടൈല് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ MDR കൊടുക്കേണ്ടി വരും. അതായത് 2%, 2.5% ഒക്കെ നമ്മളിപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ടൈല് വാങ്ങിക്കുകയാണെങ്കിൽ 2500 രൂപ അഡീഷണൽ നമ്മുടെ അടുത്ത് ചാർജ് ചെയ്യും, എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ആ സ്ഥാനത്ത് നമ്മളത് അഡീഷണൽ ചാർജ് ചെയ്യുന്നില്ല. ഈ സൂപ്പർ പ്രീമിയം ക്രെഡിറ്റ് കാർഡിന്റെ കേസിൽ നമ്മൾ ഒരു അഡീഷണൽ ഡിസ്കൗണ്ടും കൂടി അവർക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ശരി. അതായത് 2500 ആവത്തില്ല, പകരം ഒരു സാധാരണ ഒരു വീടിന് ടൈൽ എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 3 ലക്ഷം 4 ലക്ഷം ഒക്കെ വരും. സിംബോളൊക്കെ എടുത്ത് വരുമ്പോൾ ഒരു 3 ലക്ഷം രൂപയ്ക്ക് ടൈൽ എടുക്കുകയാണെങ്കിൽ അത് 7500 രൂപയായി. ആ 7500 രൂപ അഡീഷണൽ MDR വരുത്തില്ല, ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് കൂടി നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. അതെ, അത് ക്യാഷ് അല്ല കേട്ടോ. വീണ്ടും എടുത്ത് പറയട്ടെ, ആ സൂപ്പർ പ്രീമിയം ക്രെഡിറ്റ് കാർഡുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഓഫറാണ്. പലരും ഇതിനകത്ത് ചിന്തിച്ചേക്കാം ഇത് ക്യാഷ് ആയിട്ട് കൊടുത്താൽ അത് കുറച്ച് കിട്ടുമെന്ന് ചോദിക്കുന്നതിനാണ് പ്രത്യേകത പറഞ്ഞത്. ക്യാഷ് അല്ലായിട്ടല്ലേ. ഇനി പറയേണ്ടത് സർവീസാണ്. നമ്മൾ അന്ന് പറഞ്ഞാണ്, എന്നാലും പുതിയ കാഴ്ചക്കാരുണ്ടാവുമല്ലോ, അവർക്കായിട്ട് എവിടെയൊക്കെ നമ്മൾ ശരിക്കും പറയാൻ പറയുന്നത് 43 വർഷമായി. ഇതിപ്പോൾ 43ാമത്തെ വർഷമായിരുന്നു. അപ്പോൾ ഇത്രയും വർഷമായിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ അടുത്ത് നിന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദൂരെ നിന്നുള്ള ആൾക്കാർ, ട്രിവാൻഡ്രം തൊട്ട് ഒരു തൃശ്ശൂർ വരെയുള്ള റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നുണ്ട്. കേരളത്തിൽ ആക്ച്വലി ഞാൻ കാസർഗോഡും ഡെലിവറി ചെയ്തിട്ടുണ്ട് ടൈല്. പക്ഷേ നമ്മുടെ ഒരു റെഗുലർ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം ടു ഒരു തൃശ്ശൂർ വരെയുള്ളവരാണ്. അപ്പോൾ ആ ഏരിയയിലെല്ലാം ഏകദേശം നമുക്ക് റെഗുലറായിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും നമ്മൾ ഫ്രീ ഡേ ആയിട്ട് ഡെലിവറി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോംബോ സെറ്റ് ചെയ്ത് തന്നെ നമ്മളിപ്പോൾ ആ 2,56,000 നമ്മൾ കോംബോ പറഞ്ഞത് തന്നെ ഏകദേശം ഒരു 200 കിലോമീറ്റേഴ്സ് വരെ നമ്മൾ ഫ്രീ ഡെലിവറിയും കൂടെ ഓഫർ ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ ഹൈവേ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയായി ആക്സസിബിൾ ആയി, സോ എല്ലായിടത്തോട്ടും കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ ഒരു ഫീസിബിലിറ്റി കൂടെ നോക്കിയിട്ടാണോ നമ്മൾ അതിന് വെളിയിലേക്ക് 200 കിലോമീറ്റേഴ്സിന് പുറത്തേക്ക് പോകുന്നവർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ബട്ട് അവിടെ നമുക്ക് ഡെലിവറി ചാർജസ് നമ്മൾ ആപ്ലിക്കബിൾ ആയിരിക്കും. എപ്പോഴും എടുത്തു പറയുന്നത് എല്ലാവരും ചോദിക്കുന്നത് സർവീസാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചാൽ മതി. എന്തുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനം തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ആദ്യം പറഞ്ഞ ഓഫറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത്, നമ്മളാണെങ്കിൽ ആലോചിക്കുന്ന അച്ചാർ കിട്ടുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ അച്ചാറും വേണമെന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കടയിൽ ചെന്നാൽ പിന്നെ നമ്മൾ അവരുടെ കസ്റ്റമറായി എന്ന് പറഞ്ഞ പോലെയാണ്. ഓഫറിന് ഓഫർ
ഇനി നമുക്ക് ബ്രാൻഡിൽ ഏത് എല്ലാ ബ്രാൻഡ് ഏതും പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ടൈല്, ഗ്രാനൈറ്റ്, സാനിറ്ററി, ഇലക്ട്രിക്കൽ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതെ, മൊത്തമായും ചില്ലറേ. അതെ അതെ അതെ, ഹോൾസെയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് അജയ്. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി അജയെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം. വളരെ വളരെ സന്തോഷം. താങ്ക് യു. എപ്പോഴും എല്ലാ കാര്യങ്ങളും പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഹാപ്പി ആവുന്ന ഒരു സ്ഥലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് പ്രൊഡക്റ്റ് കൊടുത്താലും ആ കസ്റ്റമർ ഹാപ്പി ആവുക, ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ദേവി ടൈൽസ് ആൻഡ് സാനിറ്ററിയിൽ കിട്ടും. അപ്പോൾ വായോ, ബാക്കിയെല്ലാം പറഞ്ഞ പോലെ. രതീശങ്കർ സൈനികം, ഡോക്ടർ.